ഏസിൻ്റെ യൂട്യൂബിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഇന്ത്യൻ ഹിസ്റ്ററിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ദേശീയ പ്രസ്ഥാനം. 1885 ഡിസംബർ 28 ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിറവിയെടുക്കുന്നത്. ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സമര പോരാട്ടങ്ങളാണ് രാജ്യത്തെ സ്വാതന്ത്ര്യം സമ്മാനിച്ചത്. ആ ദേശീയ പ്രസ്ഥാനത്തെ അതിൻ്റെ സമരരീതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മൂന്നായി തിരിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട് PSC റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. നമുക്കറിയാം, ഈ ദേശീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രൂപീകരണത്തോടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിനൊരു സംഘടിത സ്വഭാവം കൈവന്നു. അപ്പോൾ INC 1885 രൂപീകരിച്ചതോടുകൂടെ ഈ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിനൊരു ഓർഗനൈസ്ഡ് ഒരു സംഘടിത സ്വഭാവം കൈവന്നു എന്നുള്ളതാണ്. ഇനി ഈ നാഷണൽ മൂവ്മെൻറ്റ്, ദേശീയ പ്രസ്ഥാനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന സംഘടിത പ്രക്ഷോഭത്തെയാണ് ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഒരു ബഹുജന സമരത്തെ അല്ലെങ്കിൽ ശക്തമായ സംഘടിത പ്രക്ഷോഭത്തെയാണ് ദേശീയ പ്രസ്ഥാനം എന്ന് വിളിക്കുന്നോർക്കുക. ഇനി ഈ ദേശീയ പ്രസ്ഥാനത്ത് അതിൻ്റെ സമരരീതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മൂന്ന് ഭാഗമായി, മൂന്ന് പാർട്ടായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, തിരിച്ചിട്ടുണ്ടെന്ന് ഓർക്കുക. ആ ദേശീയ പ്രസ്ഥാനം ഒന്ന് നമുക്കറിയാം, 1885 INC 1885 ഡിസംബർ 28 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിറവിയെടുക്കുന്നത്. അപ്പോൾ ആ കാലഘട്ടം നമുക്കറിയാം മിതവാദ ദേശീയതയുടെ കാലഘട്ടം. അപ്പോൾ ദേശീയ പ്രസ്ഥാനത്തെ അതിൻ്റെ സമരരീതിയുടെ അടിസ്ഥാനത്തിൽ മൂന്നായി തിരിച്ചിരിക്കുന്നത്. ഒന്ന് മിതവാദ ദേശീയതയുടെ കാലഘട്ടം. അപ്പോൾ മിതവാദ ദേശീയതയുടെ കാലഘട്ടം, അപ്പോൾ ബ്രിട്ടീഷുകാർക്ക് അനുകൂലമായ നിലപാട്, ബ്രിട്ടീഷുകാർക്കുള്ളിൽ നിന്ന് തന്നെ സ്വാതന്ത്ര്യം കിട്ടണം, അവരെ അപേക്ഷക കൊണ്ടേ കൊടുക്കുന്ന ഒരു സമരരീതിയായിരുന്നു. ബ്രിട്ടീഷുകാർ പറയുന്നത് കേൾക്കുന്ന ഒരു സമരരീതിയായിരുന്നു ഈ മിതവാദ ദേശീയതയുടെ കാലഘട്ടം. ഇനി അടുത്ത തീവ്ര ദേശീയതയുടെ നമുക്കറിയാം ഒരു അഗ്രസീവ് സ്റ്റൈലായിരുന്നു. സ്വരാജ്യം തന്നെ വേണം, അതിൽ ഈ ബ്രിട്ടീഷുകാരോട് നമ്മൾ ഒരു കോംപ്രമൈസിനും വേണ്ട, ശക്തമായ പ്രക്ഷോഭത്തിലൂടെ തന്നെയാണ് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യ സമരത്തിന് സാധിക്കുകയുള്ളൂ എന്നായിരുന്നു അവരുടെ വാദം എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം മറ്റൊരു കാലഘട്ടം തീവ്ര ദേശീയത. പിന്നീട് നമ്മൾ ദേശീയ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ ഇന്ത്യയെ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച മറ്റൊരു കാലഘട്ടമാണ് നമുക്കറിയാം ഗാന്ധിയൻ കാലഘട്ടം. അപ്പോൾ ഗാന്ധിയൻ കാലഘട്ടം എന്നോർക്കുക. അപ്പോൾ ദേശീയ പ്രസ്ഥാനത്ത് അതിൻ്റെ സമരരീതിയുടെ അടിസ്ഥാനത്തിൽ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. മിതവാദ ദേശീയതയുടെ കാലഘട്ടം, തീവ്ര ദേശീയതയുടെ കാലഘട്ടം, ഗാന്ധിയൻ കാലഘട്ടം എന്നോർക്കും. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെ കാലയളവ്, പ്രധാനപ്പെട്ട നേതാക്കൾ, ഇവിടുന്ന് ചോദ്യങ്ങൾ വരാനുള്ളത്, ഒന്ന് ചുവടെ കൊടുത്തതിൽ മിതവാദ ദേശീയ നേതാക്കളിൽ ഉൾപ്പെടുന്നതാര്, ഉൾപ്പെടാത്തതാര് എന്ന് മിക്ക പരീക്ഷയിലും ചോദ്യങ്ങൾ വരാണ്. മറ്റൊന്ന് തീവ്ര ദേശീയ, ചുവടെ കൊടുത്ത പ്രസ്താവനകൾ അല്ലെങ്കിൽ തീവ്ര ദേശീയ നേതാക്കൾ ഉൾപ്പെടുന്നതാര്, ഉൾപ്പെടാത്തതാര് എന്നുള്ള ചോദ്യങ്ങൾ ഇവിടുന്ന് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ നേതാക്കളും കാലഘട്ടവും നമ്മൾ നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം. ആദ്യം നമുക്ക് മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്തൊക്കെയാണ് സവിശേഷതകൾ നോക്കാം. മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1885 INC രൂപീകരിച്ചത് മുതൽ 1905 ബംഗാൾ വിഭജനം വരെയാണ് മിതവാദ ദേശീയതയുടെ കാലഘട്ടം. അപ്പോൾ മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്ന് ചോദിച്ചാൽ 1885 മുതൽ 1905 വരെയാണെന്ന് ഓർക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവർ പാശ്ചാത്യ വിദ്യാഭ്യാസം, ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു ഈ മിതവാദ ദേശീയ നേതാക്കൾ നോക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട ഈ നേതാക്കളെ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം, മിക്ക പരീക്ഷയിലും ചോദിക്കാറുണ്ട്. അപ്പോൾ നോക്കാം, മിതവാദ ദേശീയ നേതാക്കൾ എന്ന് പറയുന്ന പ്രധാനപ്പെട്ട നേതാവ് ഒന്ന് ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നെഹ്റുജി, ഫിറോസ് ഷാ മേത്ത, ബദറുദ്ദീൻ തൊയ്യീബ്ജി, സുരേന്ദ്രനാഥ് ബാനർജി, WC ബാനർജി, INCയുടെ ആദ്യത്തെ പ്രസിഡൻ്റായ WC ബാനർജി, ഇവരാണ് മിതവാദ ദേശീയ നേതാക്കളെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് ഓർക്കുക. അപ്പോൾ മിതവാദ ദേശീയതയുടെ കാലഘട്ടം നമ്മൾ പഠിച്ചു. 1885 മുതൽ 1905 വരെ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് ചോദിച്ചാൽ ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നെഹ്റുജി, ഫിറോസ് ഷാ മേത്ത, അതുപോലെ തന്നെ ബദറുദ്ദീൻ തൊയ്യീബ്ജി, സുരേന്ദ്രനാഥ് ബാനർജി, അതുപോലെ തന്നെ WC ബാനർജി. അപ്പോൾ ഈ പേരുകൾ നമ്മൾ വളരെ നിർബന്ധമായിട്ട് പഠിക്കാറുണ്ട്, മിക്ക പരീക്ഷയിൽ ചോദിക്കാറുണ്ട്. ചുവടെ കൊടുത്തവയിൽ മിതവാദ ദേശീയ നേതാവ് ഉൾപ്പെടുന്നതാര് എന്നുള്ള ചോദ്യങ്ങൾ വരാറുണ്ടെന്ന് ഓർക്കുക. പിന്നീട് ഇവരുടെ സമരരീതി, ഇവരുടെ സമരരീതി ഒന്ന് 3 P ആണ്. 3 PP ആണ്. ഒന്ന്
പ്രയർ പ്രാർത്ഥന അതുപോലെ തന്നെ പെറ്റീഷൻ അപേക്ഷ അങ്ങനെ കൊണ്ടേ കൊടുക്കും. പക്ഷെ ബ്രിട്ടീഷുകാർ ഇവിടെ ഒരു മൈൻഡും ചെയ്തിരുന്നില്ല. ബ്രിട്ടീഷുകാർ ഒരു പരിഗണനയും ഇവർക്കുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പ്രതിഷേധ സമരങ്ങൾ ഇടയ്ക്കിടെ നടക്കും. ബ്രിട്ടീഷുകാരെ നിർത്താൻ പറഞ്ഞാൽ മതി. അപ്പോൾ ആ ബ്രിട്ടീഷുകാരെ അല്ലെങ്കിൽ കേൾക്കുന്ന ഒരു വിഭാഗമായിരുന്നൊരു അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരിൽ ഉൾക്കൊണ്ട് ഒരു പ്രതിഷേധ സമരം നടത്തുക എന്നൊരു സമര രീതിയായിരുന്നു അവർ പ്രയോഗിച്ചത്, അല്ലെങ്കിൽ മിതവാദ ദേശീയ നേതാക്കളുടെ സമരം. അപ്പോൾ മിതവാദ ദേശീയ നേതാക്കളുടെ സമരരീതി എന്ന് ചോദിച്ചാൽ ഒന്ന് പ്രാർത്ഥന, അതുപോലെ തന്നെ അപേക്ഷ, പ്രതിഷേധം എന്നീ സമരരീതികളായിരുന്നു അവർ എന്ത് ചെയ്തിരുന്നത് അവലംബിച്ചിരുന്നതെന്ന് ഓർക്കുക. പിന്നീട് നമുക്കറിയാം ഇവർ പരാതികളിലൂടെയും പ്രമേയങ്ങളിലൂടെയും പ്രതിഷേധങ്ങളിലൂടെയൊക്കെ പൊതു ആവശ്യങ്ങൾ ബ്രിട്ടീഷുകാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. എന്നാൽ ബ്രിട്ടീഷുകാർ ഇവരെ ഒരു തരത്തിലും എന്ത് ചെയ്തിരുന്നില്ല, പരിഗണിച്ചിരുന്നില്ല. ബ്രിട്ടീഷുകാർ ഒരു നെവർ മൈൻഡ് ആയിരുന്നു. അപ്പോൾ തങ്ങളുടെ ആവശ്യങ്ങൾ പരാതി കൊടുക്കുക, പ്രതിഷേധങ്ങളിലൂടെയും പ്രമേയങ്ങളിലൂടെയൊക്കെ അവതരിപ്പിക്കും. പക്ഷേ ബ്രിട്ടീഷുകാർ ഇവരുടെ ഒരു മൈൻഡ്, ഇവരുടെ കാര്യങ്ങളൊന്നും എന്ത് ചെയ്തിരുന്നില്ല, പരിഗണിച്ചിരുന്നില്ല എന്നായിരുന്നു. അപ്പോൾ ഇവർക്കൊരു പരിഗണനയും ഉണ്ടായിരുന്നില്ല എന്നായിരുന്നു ഇവരുടെ അല്ലെങ്കിൽ ഇവരുടെ സമരരീതി. നമ്മൾ പറഞ്ഞു പ്രാർത്ഥന, അപേക്ഷ, പ്രതിഷേധമായിരുന്നു. പാശ്ചാത്യ വിദ്യാഭ്യാസം ലഭിച്ചവരായിരുന്നു ഇവർ ഓർക്കുക. നേതാക്കൾ നമ്മൾ പഠിച്ചു: ഗോപാലകൃഷ്ണ ഗോഖലെ, ബദറുദ്ദീൻ തൊയ്യിബ്ജി, ഫിറോസ് ഷാ മേത്ത, WC ബാനർജി, അതുപോലെ തന്നെ സുരേന്ദ്രനാഥ് ബാനർജി. ഇവരാണ് മിതവാദ ദേശീയതയുടെ നേതാക്കൾ. കാലഘട്ടം നമ്മൾ പറഞ്ഞു 1885 മുതൽ 1905 വരെയാണ് മിതവാദ ദേശീയതയുടെ കാലഘട്ടം എന്ന് ഓർക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട തീവ്ര ദേശീയതയുടെ കാലഘട്ടം നമുക്കറിയാം. ബംഗാൾ വിഭജനത്തെ തുടർന്ന് പുതിയൊരു അല്ലെങ്കിൽ തീവ്ര ദേശീയ വിഭാഗം ഉയർന്നു വന്നു. അല്ലെങ്കിൽ സ്വരാജ് അല്ലെങ്കിൽ ഈ ഒരു പോക്ക് അപേക്ഷയും കൊണ്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തില്ല, ഒരു സ്വാതന്ത്ര്യം കിട്ടില്ല. ശക്തമായ പ്രക്ഷോഭം ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയാൽ മാത്രമേ പൂർണ്ണ സ്വരാജ് എന്ന സ്വപ്നം നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ തീവ്ര ദേശീയതയുടെ കാലഘട്ടം നമുക്ക് ഓർക്കുക. 1905 മുതൽ 1919 വരെയാണ്. അപ്പോൾ 1905 മുതൽ 1919 വരെയാണ് തീവ്ര ദേശീയതയുടെ കാലഘട്ടം നിർക്കുക. ബംഗാൾ വിഭജനവും തുടർന്നുണ്ടായ സമരങ്ങളും ദേശീയ പ്രസ്ഥാനത്ത് നയിച്ചൊരു പുതിയ കാലഘട്ടം അറിയപ്പെടുന്നത് തീവ്ര ദേശീയതയുടെ കാലഘട്ടം. അപ്പോൾ പുതിയൊരു കാലഘട്ടം ബംഗാൾ വിഭജനത്തെ തുടർന്ന് കാലഘട്ടം അറിയപ്പെടുന്നതായിരുന്നു തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്നാണ് ഓർക്കുക. ഇനി ആരൊക്കെയാണ് നേതാക്കൾ? ഈ നേതാക്കൾ അല്ലെങ്കിൽ നമ്മുടെ ഈ തീവ്ര ദേശീയതയുടെ നേതാക്കൾ നോക്കാം. ലാൽ പാൽ ബാൽ കൂട്ടുകെട്ടാണ് എന്നാണ് ഇവർ. അപ്പോൾ ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് എന്നാണ് ഇവർ ഈ തീവ്ര ദേശീയ നേതാക്കൾ അറിയപ്പെടുന്നത് ഓർക്കുക. ഒന്ന് ബാലഗംഗാധര തിലക്, മറ്റൊന്ന് ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജപത് റായ്. ഇവരാണ് തീവ്ര ദേശീയ പ്രധാനപ്പെട്ട നേതാക്കൾ എന്ന് ഓർക്കുക. അപ്പോൾ ലാൽ പാൽ ബാൽ കൂട്ടുകെട്ട് എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അരബിന്ദ് ഘോഷും ഈ തീവ്ര ദേശീയ നേതാക്കളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നേതാവാണെന്ന് ഓർക്കുക. അപ്പോൾ തീവ്ര ദേശീയ നേതാക്കൾ എന്ന് ചോദിച്ചാൽ ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജപത് റായ്, അതുപോലെ തന്നെ അരബിന്ദ് ഘോഷ് തുടങ്ങിയ നേതാക്കളാണ് തീവ്ര ദേശീയ വിഭാഗം അല്ലെങ്കിൽ ആ ആശയം അല്ലെങ്കിൽ പുലർത്തിയിരുന്നവർ എന്ന് ഓർക്കുക. ബാലഗംഗാധര തിലക് സ്വരാജ് ഈസ് മൈ ബർത്ത് റൈറ്റ്, അല്ലെ, സ്വരാജൻ്റെ ജന്മാവകാശമാണ്, അത് ഞാൻ നേടുക തന്നെ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി കൂടിയാണ് ആര്? ബാലഗംഗാധര തിലക് എന്ന് ഓർക്കുക. ഇനി ഇവരുടെ തീവ്ര ദേശീയ നേതാക്കൾ അവലംബിച്ചിരുന്ന സമരരീതി എന്ന് പറഞ്ഞാൽ സ്വദേശി വസ്തുക്കളുടെ ഉപയോഗം, നമ്മുടെ വസ്തുക്കൾ, നമ്മുടെ ഉൽപ്പന്നങ്ങൾ അത് പ്രൊമോട്ട് ചെയ്യുക, അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, അതിനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു സമരരീതിയായിരുന്നു. വിദേശ വസ്തുക്കൾ ബഹിഷ്കരണം, അവരുടെ ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രൊഡക്റ്റും നമ്മൾ വാങ്ങാൻ പാടില്ല, അവരുമായിട്ട് നമ്മൾ ഒരു കോംപ്രമൈസിനും വരില്ല. ശക്തമായ സമരരീതികൾ, ശക്തമായ പ്രക്ഷോഭം, ഒരു അഗ്രസീവ് ശൈലിയായിരുന്നു, ഒരു ആക്രമണ രീതി, ഒരു സ്വഭാവമായിരുന്നു, സമരരീതിയായിരുന്നു ഇവർ അവലംബിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജനപിന്തുണ ആർജിച്ചെടുക്കാൻ ആർക്ക് സാധിച്ചു എന്നുള്ളതാണ് തീവ്ര ദേശീയ നേതാക്കൾക്ക് സാധിച്ചു. അടിത്തട്ടിൽ കൂടുതൽ ജനപിന്തുണ സ്വാധീനം ചെലുത്താൻ ആർജിച്ചെടുക്കാൻ ആർക്ക് സാധിച്ചു? മിതവാദ ദേശീയ അല്ലെങ്കിൽ തീവ്ര ദേശീയ നേതാക്കൾക്ക് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, തീവ്ര ദേശീയതയുടെ കാലഘട്ടം എന്ന് ചോദിച്ചാൽ 1905 മുതൽ 1919 വരെ നോക്കുക. പ്രധാനപ്പെട്ട നേതാക്കൾ ബാലഗംഗാധര തിലക്, ബിപിൻ ചന്ദ്രപാൽ, ലാലാ ലജപത് റായ് എന്ന് ഓർക്കുക. അതുപോലെ തന്നെ അരബിന്ദ് ഘോഷ്. സമരരീതി എന്ന് ചോദിച്ചാൽ സ്വദേശി വസ്തുക്കളുടെ ഉപയോഗം, അതുപോലെ തന്നെ വിദേശ വസ്തുക്കൾ നമ്മൾ എന്ത് ചെയ്യുക? ബഹിഷ്കരിക്കുക എന്നോർക്കുക. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടത് ഗാന്ധിജിയുടെ ഗാന്ധിയൻ കാലഘട്ടമാണ്. റിപ്പീറ്റായിട്ട് PSC എപ്പോഴും ചോദിക്കാറുണ്ട് ഗാന്ധിയൻ കാലഘട്ടം എന്നാണ്, അല്ലെങ്കിൽ ആ വർഷം ചോദിക്കാറുണ്ട്. അപ്പോൾ ഈ വർഷത്തിൽ ഇതിൽ കൂടുതൽ ചോദിച്ചത് ഗാന്ധിയൻ കാലഘട്ടമാണ്. അപ്പോൾ SCERTയിൽ ഗാന്ധിയൻ കാലഘട്ടം പറയുന്നത് 1919 മുതൽ 47 വരെയാണ്. അപ്പോൾ ഇന്ത്യൻ ദേശീയ സമരത്തിൽ ഗാന്ധിയൻ കാലഘട്ടം എന്ന് ചോദിച്ചാൽ അത് 1919
19 മുതൽ 47 വരെയാണ് ഇന്ത്യൻ ദേശീയ സമരത്തിൽ ഗാന്ധിയൻ കാലഘട്ടം എന്നോർക്കുക. ഇനി ഗാന്ധിജിയുടെ സമരരീതി 1915 ജാനുവരി 9 ഗാന്ധിജി നമ്മുടെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തുന്നത് അല്ലേ. പിന്നെ അദ്ദേഹം നമുക്കറിയാം ഒരു വർഷം ഇന്ത്യ ഒട്ടാകെ സഞ്ചരിച്ച ഒരു സാഹചര്യം, ഇന്ത്യയെ ജനങ്ങളുമായി അദ്ദേഹം ഡിബേറ്റും സംവാദങ്ങൾ നടത്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സമരരീതി, അദ്ദേഹം അവലംബിച്ച സമരരീതി എന്ന് പറഞ്ഞാൽ അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹം രൂപം നൽകിയ തൻ്റെ സമരരീതിയായ അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹമാണ് ഇന്ത്യൻ ദേശീയ സമരത്തിൽ അദ്ദേഹം അല്ലെങ്കിൽ അവലംബിച്ച സമരരീതി എന്ന് നോക്കും. അപ്പോൾ ഗാന്ധിജിയുടെ സമരരീതി എന്ന് ചോദിച്ചാൽ അത് അഹിംസയിൽ അധിഷ്ഠിതമായ സത്യാഗ്രഹം, സത്യത്തെ മാത്രം മുറുകെ പിടിക്കുക, അഗ്രസീവ് ശൈലിയൊന്നും വേണം, നമുക്ക് സത്യത്തെ മാത്രം മുറുകെ പിടിച്ച് ഈ രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കാമെന്ന് അല്ലെങ്കിൽ കാണിച്ചു കൊടുത്ത ദേശീയ നേതാവ് കൂടിയാണ് മഹാത്മാഗാന്ധി എന്ന് ഓർക്കുക. അങ്ങനെ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരം എന്ന് ചോദിച്ചാൽ അത് ചമ്പാരൻ സത്യാഗ്രഹമാണ്. അപ്പോൾ ബീഹാറിലെ ചമ്പാറിൽ നടന്ന അല്ലെങ്കിൽ ബീഹാറിൽ അല്ലെങ്കിൽ നീലം കർഷകരുടെ വിഷയത്തിലാണ് ആദ്യമായി അദ്ദേഹം ഇടപെടുന്നത്. അത് വലിയ വിജയം നേടിയ ഒരു സമരം 1917 ബീഹാറിലായിരുന്നു ഈ സമര പോരാട്ടം. അപ്പോൾ PSC എപ്പോഴും ചോദിക്കാറുണ്ട് ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരം എന്ന് ചോദിച്ചാൽ അത് ചമ്പാരൻ സമരമാണ്. ഗാന്ധിജി ഇന്ത്യയിൽ പങ്കെടുത്ത ആദ്യത്തെ പൊതുപരിപാടി എന്ന് ചോദിച്ചാൽ അത് 1916 ബനാറസ് കോളേജിലെ പരിപാടിയാണെന്ന് ഓർക്കുക. ഇനി ഗാന്ധിജിയുടെ ഇന്ത്യയിൽ ആദ്യത്തെ നിരാഹാര സമരം എന്ന് ചോദിച്ചാൽ 1918 അഹമ്മദാബാദ് തുണിമിൽ സമരമാണ് ഗാന്ധിജിയുടെ ഇന്ത്യയിൽ ആദ്യത്തെ നിരാഹാര സമരം എന്ന് ഓർക്കും. അപ്പോൾ ഒന്നുകൂടെ പറയുന്നു, ഗാന്ധിജി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ വർഷം 1915 ജാനുവരി 9. ഗാന്ധിജി ഇന്ത്യയിൽ പങ്കെടുത്ത ആദ്യത്തെ പൊതുപരിപാടി 1916 ബനാറസ് കോളേജിലെ പരിപാടി. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരം 1917 ചമ്പാരൻ സമരം. ഗാന്ധിജിയുടെ ഇന്ത്യയിൽ ആദ്യത്തെ നിരാഹാര സമരം എന്ന് ചോദിച്ചാൽ അത് അഹമ്മദാബാദ് തുണിമിൽ സമരം എന്ന് ഓർക്കുക. ഇനി റൗലറ്റ് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് ഗാന്ധിജിയുടെ ഈ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവെപ്പ്. അപ്പോൾ റൗലറ്റ് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധമാണ് മഹാത്മാഗാന്ധിജിയുടെ ദേശീയ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവെപ്പ് എന്ന് ഓർക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഗാന്ധിജിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ ബഹുജന സമരം എന്ന് ചോദിച്ചാൽ അത് നിസ്സഹകരണ പ്രസ്ഥാനമാണ്. അപ്പോൾ നിസ്സഹകരണ പ്രസ്ഥാനമാണ് ഗാന്ധിജിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ ബഹുജന സമരം. 1920 മുതൽ 22 വരെയാണത് നീണ്ടുനിന്നത്. ഗാന്ധിജിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെയും നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരമാണ് ക്വിറ്റ് ഇന്ത്യ സമരം. ഡു ഓർ ഡൈ എന്നായിരുന്നു ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ മുദ്രാവാക്യം. അപ്പോൾ ഗാന്ധിജിയും INCയുടെ നേതൃത്വം നടന്ന അവസാനത്തെ ബഹുജന സമരം എന്ന് ചോദിച്ചാൽ 1942 ക്വിറ്റ് ഇന്ത്യ സമരമാണെന്ന് ഓർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ദേശീയ പ്രസ്ഥാനത്തെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട സവിശേഷതകൾ റിപ്പീറ്റായിട്ട് PSC ചോദിക്കുന്ന കാര്യങ്ങൾ എന്ന് ഓർക്കുക. ഇത്തരത്തിലുള്ള മറ്റു ഇന്ത്യൻ ഹിസ്റ്ററിയുടെ മറ്റു വീഡിയോകൾ നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവരും ACൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.